രാവിലെ മ്യൂസിയത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് പോകുന്നതിനൊരു കാരണമുണ്ട്. ഇന്ന് ഒക്ടോബർ 2. നമ്മുടെ നാട്ടിൽ ഗാന്ധി ജയന്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാസ സിറ്റിയുടെ ബർത്ത്ഡേ ആണ്. 418ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് വാസ സിറ്റി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക മ്യൂസിയത്തിലും മിക്ക സ്ഥലങ്ങളിലും ടിക്കറ്റ് ഫ്രീ എൻട്രി ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ എടുക്കേണ്ട കാര്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ 12 മുതൽ 17 യൂറോയൊക്കെയാണ് ടിക്കറ്റ് വരുന്നത്. ചെന്ന് കയറുമ്പോഴേ ഐസേജിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഐസേജ് കാലത്ത് ഐശ്വര്യക്ക് പോകുന്നതും ലാൻഡ് ഉണ്ടായി വരുന്നതൊക്കെയാണ് ഈ കാണുന്നത്. ഐസേജിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് വിസിറ്റേഴ്സിന് അവിടെ ഒരു ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ലിവർ ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഐസ് കളയാനും കൂട്ടാനും ഒക്കെ പറ്റും. ഞാനും അത് ട്രൈ ചെയ്തായിരുന്നു. ഫിൻലാൻഡിൽ ലേക്ക് സൈഡിൽ കണ്ടുവന്നിരുന്ന ബേഡ്സ് ആണ്. ഇതൊക്കെ ഒറിജിനൽ സ്റ്റഫ് ആവാൻ സാധ്യതയില്ല. ഇവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്കിന്നും ഫെതറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാവാനാണ് സാധ്യത. സ്വാഭാവികമായും ഈ ഒരു വീഡിയോ ബോറടിക്കുന്ന രീതിക്കായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ചരിത്രവും അല്ലെന്നുണ്ടെങ്കിൽ മ്യൂസിയം കാണുക എന്നുള്ളതൊന്നും നമ്മുടെ എന്റർടൈൻമെന്റ് ലിസ്റ്റിലുള്ളതായിരിക്കില്ല. ഈ കരടിയുടെ സ്കിന്നും ഒറിജിനൽ ആവാൻ സാധ്യതയില്ല. പണ്ട് വൈക്കിങ്ങിൻ്റെ ഒക്കെ സീരീസിൽ കാണുമ്പോഴത്തേക്കിന് അതിനകത്ത് അവർ ഉണ്ടാക്കുന്ന ബോട്ടുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതൊന്നും ഒറിജിനലാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒറിജിനൽ ഫിൻലാൻഡിലെ പഴയ ആൾക്കാരുണ്ടാക്കിയ ബോട്ടാണ്. ഇതുപോലുള്ള ബോട്ട് ഉപയോഗിച്ചാണ് മരം കൊച്ചു പിടിക്കുന്ന തണുപ്പിലും അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഫിൻലാൻഡിൽ പൊതുവെ ലേക്സ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഐലൻഡുകളും. അപ്പൊ ബോട്ട് എന്തായാലും കൂടിയേ തീരുമായിരുന്നുള്ളൂ ആ കാലത്ത്. പലതരത്തിലുള്ള സാധനങ്ങൾ അതിൽ കാണാനായിട്ട് പറ്റി. എല്ലാം ബോട്ട് യാത്രകൾ ഉപയോഗിക്കുന്നതാണ്. ഒന്നിന്റെ പേരോ ഉപയോഗമോ ഒന്നും എനിക്ക് അങ്ങനെ വലിയ വ്യക്തമായിട്ട് മനസ്സിലായില്ല. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന മിക്ക കാഴ്ചകൾ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഈ മ്യൂസിയം ഇവിടുത്തെ സന്ദർശകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നി. വളരെ യുണീക്ക് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് നമുക്ക് പോകുന്ന വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. മ്യൂസിയം സ്റ്റാഫിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ ഉറുമ്പ് മുതൽ തുമ്പി ചിത്രശലഭം വരെയുണ്ട്. ഏതോ ഒരു മിനിയേച്ചർ ആർട്ടിസ്റ്റ് വളരെ കൃത്യതയോടുകൂടി ചെയ്ത ഒരു സംഭവമാണിത്. ഒറിജിനൽ വെല്ലുന്ന രീതിക്കാണ് ഇവിടെ ഓരോ ബേഡ്സിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പണ്ട് ഞാൻ ഇതിനെയൊക്കെ ഡിസ്കവറി ചാനലിലൂടെ കണ്ടതാണ്. നാസയുടെ അപ്പോളോ പ്രൊജക്ടിന് ഇൻസ്പയർഡ് ആയിട്ട് കുറച്ച് മിനിയേച്ചർ ആർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റി. അതിൽ സ്യൂട്ടിൽ ഉപയോഗിക്കുന്ന പാച്ചും മഗ്ഗും അതുപോലെ ഹാമറൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അതുമായിട്ട് ബന്ധമുള്ളതാവാനാണ് സാധ്യത. നമ്മുടെ നാട്ടിലെ പോലെ പല ടൈപ്പ് കാക്കകളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളതിനെ കഴിഞ്ഞും കുറച്ച് സൈസ് ഇവർക്ക് കൂടുതലാണ്. കാട്ടുപന്നിയും മൂങ്ങയും സീലും ഒക്കെ കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ പോയി മീൻ പിടിക്കുന്ന ഇരപിടിയന്മാരായ നീർക്കാക്ക പോലുള്ള പക്ഷികളെയും കാണാനായിട്ട് പറ്റി. ഇവർക്കൊക്കെ സൈസ് ഇത്തിരി കൂടുതലാണ്. ഇത് ചെന്നായയാണ്. ആദ്യകാലത്തെ മനുഷ്യന്മാർ ഭയപ്പെട്ടിരുന്നതും പിന്നീട് മനുഷ്യന്മാർ വേട്ടയാടാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. ഏതാണ്ട് ഒരു മനുഷ്യന്റെ ഒക്കെ അത്ര വലുപ്പമുണ്ട് ഇതിന്. ഇതിവിടെ ലെഗ് സൈഡിൽ കണ്ടുവരുന്ന ഒരു മീനാണ്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും അത് വെള്ളത്തിൽ കിടക്കുന്നതാണെന്ന്. പക്ഷെ അത് വെള്ളത്തിൽ കിടക്കുന്നതല്ല. വെള്ളത്തിൽ കിടക്കുന്നതിന് പകരം അതിനെ ലൈറ്റ് വെച്ചിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഒരു വെള്ളത്തിൽ കിടക്കുന്ന പോലെ തോന്നിപ്പിച്ചിരിക്കുന്നതാണ്. അതൊരു പ്രൊട്ടക്ഷനാണ്. ഈഗിളിന് നമ്മുടെ അത്ര വലുപ്പമുണ്ട്. അതിന്റെ ഒരു പേരും അതുപോലെ കൂടും ഒരു എഗ്ഗൊക്കെയാണ് ഈ കാണുന്നത്. അതവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊന്നും ഒറിജിനൽ അല്ല. അങ്ങനെ നടന്നു വന്നപ്പോൾ കാണാൻ ഒരു മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിരിക്കുന്നു. ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നീട് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് ചുറ്റും ഓരോ മിനറൽസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു മൊബൈൽ ഫോണിൽ എന്തൊക്കെ മിനറൽസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് വളരെ ക്രിയേറ്റീവ് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. ഇതൊക്കെ കണ്ട് വണ്ടടിച്ച് വന്നപ്പോഴാണ് അവിടെ ഒരു ഇഗ്ലു ഹൗസ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടത്. അതിനകത്തേക്ക് കയറിയപ്പോൾ കാണാൻ ഒരാൾ വളരെ സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഇതൊരു സീലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പഴയ സാധനങ്ങളും പഴയ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്തതാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്.
അത് നിങ്ങൾ കണ്ടതും കാണാത്തതായിട്ടുള്ളതും അതുപോലെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒരുപാട് പഴയ വെർഷനുകളും അതിനകത്ത് കാണാനായിട്ട് പറ്റും. പഴയ കാലത്ത് ഒരു കഫേ അല്ലെന്നുണ്ടെങ്കിൽ ബേക്കറി റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. റീക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു കേക്ക് വരെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കാണുന്ന പലതും ഇതുപോലുള്ള പഴയ കാലത്തെ റീക്രിയേഷനുകളാണ്. ഫിൻലാൻഡ് മാത്രമല്ല പല യൂറോപ്യൻ കൾച്ചറുള്ള സാധനങ്ങളും ഇവിടെ മ്യൂസിയത്തിലുണ്ടായിരുന്നു. ഇതുകൂടാതെ ഈജിപ്ത്, ചൈന തുടങ്ങിയ സാധനങ്ങളും ഇവിടെ കാണാനായിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ശർക്കയും അതുപോലെ വല നെയ്യുന്ന ഒരു ഫിഷർമാനെയാണ് ഈ കാണുന്നത്. അയാളുടെ ഒരു വീടും പരിസരവും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അയാളുടെ ഒരു കുട്ടിയും അതുപോലെ തൊട്ടിലൊക്കെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ. വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയതെല്ലാം. പണ്ട് കാലത്തെ ഒരു മരപ്പണിശാല എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. എല്ലാം വളരെ വ്യക്തമായിട്ട് അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെട്ടിക്കേറാറായതും ആണിത്തഴമ്പുകൾ വരിച്ച തടിക്കഷ്ണവും അതുപോലെ മരപ്പൊടിയെല്ലാം വളരെ വ്യക്തമായിട്ട് അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. ഇങ്ങനെയാണ് പണ്ട് കാലത്തെ ആൾക്കാർ തടിയിലുണ്ടായിരുന്ന ഇത്രയും അത്ഭുതപ്പെടുത്തുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഓരോ കലാകാരന്മാരെ കുറിച്ചും വലിയ വലിയ ആൾക്കാരെ കുറിച്ചും അവിടെ വെച്ചിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളും പാട്ടൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ കേൾക്കാനായിട്ട് പറ്റും. അതിനുള്ള സംവിധാനം അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫിൻലാൻഡ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മഞ്ഞ് വീണ് തണുത്തുറഞ്ഞ പ്രദേശത്തൂടെ റെയിൻഡിയർ പോകുന്നതും റെയിൻഡിയർ വലിക്കുന്ന വണ്ടിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ സാന്റാക്ലോസും. എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എല്ലാ തരത്തിലുള്ള വീഡിയോകൾ ഉൾക്കൊള്ളിക്കാനാണ് നമുക്കിഷ്ടം. കാരണം ഫിൻലാൻഡിന്റെ ഒരു മ്യൂസിയം കാണാണ്ട് ഫിൻലാൻഡിൽ വന്നിട്ട് കാര്യമില്ല. കാരണം നമ്മളൊരു സ്ഥലത്തിന്റെ ചരിത്രം അറിയുമ്പോഴാണ് അതിന് കൂടുതൽ നമുക്ക് താല്പര്യം വരുന്നത്. എല്ലാ സീസണും നമ്മൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അടുത്തത് വിന്റർ ആണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആണ്. അതിന്റെ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ശുഭം.